ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു വാട്ടർമെലൺ ജ്യൂസ് ഓർ ഷേക്ക് നിങ്ങൾക്ക് തോന്നുന്ന പേര് വിളിക്കാം കേട്ടോ. അങ്ങനെ നമുക്കൊരു സാധനം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അഗി വീട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ. എപ്പോഴും അവൻ വരാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ ഫുഡ് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരല്ലോ, അങ്ങനെയൊക്കെയാണ് ഫുള്ളും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ പിന്നെ നിനക്ക് ഞാനൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കി തരാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നാൽ എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റമാണ്, ഇന്ന് എനിക്കറിയില്ലാത്തത് കൊണ്ട് അവൻ വെറൈറ്റി എന്ന് പറഞ്ഞ് എന്നെ തട്ടിപ്പ് കാണിച്ചു. അങ്ങനെ വാട്ടർമെലൺ വെച്ച് നമ്മളൊരു ഷേക്ക് ഓർ ജ്യൂസ് എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യലൊക്കെ ആയിട്ട് കുറച്ച് ആർട്ടൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഡപ്പയിലുണ്ടായിരുന്ന സ്പൂണൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് വന്ന് അത് വെച്ചൊക്കെയാണ് കേട്ടോ ഈ കുത്തിപ്പൊളിച്ചെടുക്കണത്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്ത് ഇത് വെച്ച് നമുക്ക് തൊപ്പിയാക്കിയാലോ, ഇത് വെച്ച് ഇവർ എന്തൊക്കെയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫൈനലി അവൻ എനിക്ക് കാണിച്ചു തന്നു സംഭവം എന്താണ്. അത് പോട്ടെ. അപ്പോൾ നമ്മൾ വാട്ടർമെലൺ എടുത്തു, പിന്നെ അതേപോലെ തന്നെ ചെറുപഴം കേട്ടോ. ഇതിന് ചെറുപഴം തന്നെ വേണമെന്നാണ് ആ കലാകാരൻ എന്നോട് പറഞ്ഞത്. സത്യമാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയാൻ മേല. എന്തായാലും ചെറുപഴം അതൊരു 2-3 എടുത്തായിരുന്നു കേട്ടോ. ഒരുപാട് വേണ്ടാന്നാണ് പറഞ്ഞത്, കാരണം ഇല്ലേ പഴത്തിൻ്റെ മാത്രം ടേസ്റ്റായി പോകും പോലും. പിന്നെ ഇതാ തെറിപ്പിച്ച് പാലൊക്കെ ഒഴിക്കണുണ്ട്. ഇതൊക്കെ അവൻ്റെ ഒരു കലാവിരുന്നാണ് ഗൈസ്. നിങ്ങളതിനെ എന്താ പറയുക, നിങ്ങളതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ അതേ പാലൊക്കെ ഒഴിച്ചു. കട്ടപ്പാൽ കുറച്ച് സാദാ പാൽ പോലെ ആയിപ്പോയായിരുന്നു, പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അത് ഇളക്കി വന്നപ്പോഴത്തേക്കും തണുപ്പും പോയിട്ടോ. അത് വേറെ കാര്യം. പിന്നെ അതേ കസ്കസ് സാധനം നമ്മൾ നേരത്തെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ നമ്മൾ ഒരു റോസ് മിൽക്കിൻ്റെ എസൻസും കൂടെ ഇത്തിരി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത്തിരി മതി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്തിരി മതി കേട്ടോ. പിന്നെ ഇളക്കി നോക്കിയപ്പോഴാണ് ഗൈസ് മധുരമില്ല, പഞ്ചസാര ഇട്ടില്ല. പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് ഇത് അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ അമ്മ പറഞ്ഞു അടിപൊളിയായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എന്തിനായിരുന്നു ആ തൊപ്പി പോലത്തെ സാധനം. അപ്പം അത്രയേ ഉള്ളൂ.